Hi everyone! Again, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണല്ലേ. പക്ഷേ ദിസ് ടൈം ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം നീറ്റ് എഴുതാൻ പോകുന്ന ആൾക്കാരും അവരുടെ പാരൻസും ഒരുപോലെ ഇരുന്ന് കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എടാ, നമ്മുടെ നീറ്റ് എന്നാണ് ജൂലൈ 17, അതായത് കമ്മിങ് സൺഡേ, വരുന്ന ഞായറാഴ്ച അല്ലേ? അപ്പോൾ നീറ്റിൻ്റെ സെൻറ്ററൊക്കെ എവിടെയെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി. അഡ്മിറ്റ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തില്ലേ? അപ്പോൾ അതെല്ലാവരും കയ്യിൽ വെക്കുക കേട്ടോ. അപ്പോൾ നീറ്റിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്പർ 1, കയ്യിൽ വെക്കേണ്ടത് 1 അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്. നമ്പർ 2, ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ ഏത് ഫോട്ടോ ആണോ അപ്ലോഡ് ചെയ്തത്, അതായത് മനസ്സിലായില്ലേ, ആ സെയിം സാധനത്തിൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. നമ്പർ 3, ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ് ആൻഡ് ഇഫ് ആപ്ലിക്കബിൾ ഒരു PWD സർട്ടിഫിക്കറ്റ്. ആർക്കൊക്കെയെന്ന് മനസ്സിലായില്ലേ? സോ മെയിൻ ആയിട്ട് നിങ്ങൾ ക്യാരി ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? 1 പറ, യെസ്, ഒരു എന്താണ് നമ്മുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്. നമ്പർ 2, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. നമ്പർ 3, ഒരു വാലിഡ് ID പ്രൂഫ്. ഈ 3 കാര്യങ്ങൾ മതി. മനസ്സിലായി? പിന്നെ ഡ്രസ്സിങ് ശ്രദ്ധിക്കുക. ഹാഫ് സ്ലീവ് ഡ്രസ്സ് ഇടാൻ നോക്കുക, ലൈറ്റ് കളേഴ്സ് ഇടാൻ നോക്കുക. പിന്നെ ഓവർ പോക്കറ്റ്സ് ഉള്ള കാര്യങ്ങൾ നോക്കരുത്. ഫുൾ സ്ലീവ് ഒന്നും പാടില്ല. നമ്മൾ മെറ്റാലിക് ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഗേൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തലയിൽ ഹെയർ ബാൻഡ്, അത് സ്ലൈഡ് ക്ലിപ്പ് ഒന്നും പറ്റൂല. പിന്നെ ഓർണമെൻറ്റ്സ് പറ്റില്ല, ബെൽറ്റ് പറ്റൂല, ഒന്നും പറ്റൂല. ഓക്കെ, പിന്നെ കുറേ ചെയിൻ ഉള്ള സംഭവങ്ങൾ അതൊന്നും പറ്റില്ല. ഷൂ പറ്റൂല, സാൻഡൽസ് ഇടുക, അല്ലെങ്കിൽ സ്ലിപ്പർ ഇടുക. ഹൈ ഹീൽസ് കാര്യങ്ങളൊന്നും ഇട്ട് പോകരുത്, ഇജാതി ഡ്രസ്സുകളൊന്നും ഇട്ട് പോകരുത്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? പിന്നെ ഉഷാറായിട്ട് നമ്മൾ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് എക്സാം? 2 മണി മുതൽ 5:20 വരെയാണ് എക്സാം. ഇപ്പം ഞായറാഴ്ചയാണ്, നീറ്റ് എക്സാമുള്ള ദിവസമാണ്, ട്രാഫിക് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ അവിടെ എത്താനായിട്ട് നോക്കുക. മനസ്സിലായില്ലേ? 1:15 ആകുമ്പോഴേ അവിടെ കയറ്റി തുടങ്ങും, ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. 1:30 ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് കയറാനുള്ളത്. അപ്പോൾ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ ഇപ്പോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. മനസ്സിലായോ? പിന്നെ അവിടെ പോയിട്ട് വെറുതെ കൺഫ്യൂഷൻസും ടെൻഷൻസും ഒന്നും ഉണ്ടാക്കരുത്. മനസ്സിലായില്ലേ? പിന്നെ കസ്റ്റമറി ഡ്രസ്സസ് ഇട്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1 അവർ മുൻപേ അവിടെ എത്തിച്ചേരാനായിട്ട് നോക്കുക. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വെള്ളം കുടിക്കേണ്ടവരൊക്കെ കുടിച്ച് കയറുക, ടോയ്ലറ്റ് പോകേണ്ടവരൊക്കെ ടോയ്ലറ്റ് കയറുക, ടോയ്ലറ്റ് കയറിയിട്ട് പോവുക. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ എക്സാം ഹോളിലോട്ട് കയറുകയാണ്. എക്സാം ഹോളിലോട്ട് കയറാണ്. 1:45 മുന്നേ നമ്മുടെ എന്താണ് അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഇൻവിജിലേറ്റേഴ്സ് വന്ന് ചെക്ക് ചെയ്ത് ഉഷാറാക്കി സെറ്റാക്കി. 1:45 നമ്മൾ ബുക്ക്ലെറ്റ് കയ്യിൽ കിട്ടും. മനസ്സിലായോ? അപ്പം നമ്മൾ പെന്ന്, ജോമെട്രി ബോക്സ്, അജാതി സാധനങ്ങളൊന്നും കൊണ്ടുപോകണ്ട. ആകെ ഈ 3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ കയ്യിൽ വെക്കുക. വേറെ ഒന്നും അതിൻ്റെ ഉള്ളിലോട്ട് അലോഡല്ല. പെന്നൊക്കെ അവർ തരും, ചെയ്ത് നോക്കാനുള്ള പേപ്പർ, നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് നോക്കാനല്ലേ, അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിലുണ്ടാവും. അല്ലാണ്ട് നമ്മൾ ഓൾറെഡി പേപ്പേഴ്സ് ഒന്നും എടുത്ത് പോകരുത് കേട്ടോ. പിന്നെ അവിടുന്ന് വേറെ പേപ്പർ കിട്ടുന്നതെന്ന് ആരും വിചാരിക്കില്ലേ. അങ്ങനെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവരുത്. മനസ്സിലായില്ലേ? അപ്പം 2 o'clock എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയോ 5:20 വരെയാണ് നമുക്ക് എക്സാം ഉള്ളത്. ഇത്ര നിങ്ങൾക്ക് ഓക്കെ ആണോ? മനസ്സിലായില്ലേ? അപ്പോൾ വെറുതെ അൺനെസസറി ആയിട്ട് കോപ്പി അടിക്കാനൊന്നും ആരും ട്രൈ ചെയ്യരുത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെയൊക്കെ അടുത്തിരിക്കുന്നുണ്ടാവും, എന്ന് വെച്ച് കോപ്പി അടിക്കാനൊന്നും ആരും നിൽക്കരുത്. കാരണം ഫുള്ള് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ കാണാൻ പറ്റും. എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് എവിടെയെങ്കിലും പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മനസ്സിലായില്ലേ, അത് നോക്കുകയില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ എഴുതിയൊന്നും ഒരു കാര്യമില്ല ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് 200 questions ആണുള്ളത്. അതായത് ബയോളജി 100 questions, ഫിസിക്സ് 50 questions and chemistry again 50 questions. ഓക്കെ, അതിൽ 180 questions മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ബാക്കി നമുക്ക് 20 questions വേണ്ട. മനസ്സിലായി? 180 questions മാത്രം നമ്മൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ടോട്ടൽ 720 മാർക്സ് ആണ് നമുക്ക് കിട്ടാനുള്ളത്. അതായത് ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്കാണ് നമുക്ക് കിട്ടുക. ആൻഡ് ഓരോ തെറ്റുത്തരത്തിനും -1 നെഗറ്റീവ് മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എക്സാം എഴുതാൻ. ഓക്കെ, യാ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? അപ്പോൾ മക്കളെ, അന്നത്തെ ദിവസം ഉഷാറായിട്ട് കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അതാണ് ഇതാണെന്ന് ബേജാറാണെന്നൊന്നും പറയരുത് കേട്ടോ ആരും. ഓക്കെ, അപ്പം എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിമ്പിളാണ്. ഓക്കെ, ആരും ബേജാറായൊന്നും വേണ്ട. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓൾറൈറ്റ്, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കമൻറ്റിൽ ചോദിക്കാൻ അപ്പോൾ ക്ലിയർ ചെയ്ത് തരാം. ഓൾറൈറ്റ്, യാ, ദാറ്റ്സ് ഇറ്റ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ആരും ഇപ്പോൾ ഉള്ള എനർജി കൈവിടാണ്ട് നോക്കുക. മനസ്സിലായി? അവസാനം വരെ മോക്ക് ടെസ്റ്റിലൊക്കെ എന്താ ചാവക്കോട്ടെ മാർക്ക് ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ വർക്ക് ചെയ്യുക. മനസ്സിലായോ? അവസാനം വരെ നമ്മൾ പോരാടുക. അപ്പം അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. മനസ്സിലായോ? പിന്നെ കിട്ടിയില്ലെങ്കിൽ ദിസ് ഇസ് നോട്ട് ദ എൻഡ്. ഓക്കെ, മനസ്സിലായോ? യാ, ദാറ്റ്സ് ഇറ്റ്. ഓൾ ദ ബെസ്റ്റ്. ബൈ.